ഹായ് ഗായ്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാളിൻ്റെ കുഞ്ഞു വിശേഷമായിട്ടാട്ടാ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓള് കൊടുക്കണം കേട്ടോ. ഓള് കൊടുത്താൽ നാടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ലൈക്കും കൂടെ തരണേ. അങ്ങനെ ഇതാ നമ്മൾ കിച്ചണിലൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓവറായിട്ട് ഐസൊന്നും ആയിട്ടില്ല. രാത്രി നമ്മളൊരു 1 മണിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇറച്ചിയൊക്കെ. അപ്പം പിന്നെ ഓവറായിട്ട് അങ്ങനെ കട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സ്പ്രിങ് ആണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മളിന്ന് ബ്രെഡ് ഒന്ന് പൊരിച്ചതും അതുപോലെ തന്നെ പഴത്തിൻ്റെ പാൻ കേക്കുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു നീന്ത്രപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഏലക്കയും പഞ്ചസാര, പിന്നെ ഇതാ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് മൈദയും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ചായക്ക് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം ഞാനിവിടെ പഞ്ചസാരയും അതുപോലെ തന്നെ ചായപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായക്കുള്ള സ്നാക്ക് ഐറ്റംസ് വരുന്നത് ബ്രെഡ് പൊരിച്ചതും അതുപോലെ തന്നെ പാൻ കേക്കും എന്നൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിക്കുമല്ലോ, അപ്പോൾ ഒന്ന് എളുപ്പത്തിനും വേണ്ടിയിട്ട് അങ്ങനെ തയ്യാറാക്കുകയാണ്. അങ്ങനെ ഇതാ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പാന് 2 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിൽ പാൻ കേക്ക് ഒഴിക്കുക, മറ്റേതിൽ ബ്രെഡും ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഓരോ തവിയായിട്ട് അങ്ങനെ പാൻ കേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രെഡും അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചായയും എല്ലതും ടേബിളിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ എണീറ്റിട്ടില്ല, അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കൻക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. ഞാൻ നെയ്ച്ചോറും അതുപോലെ തന്നെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ. അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുളകും പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പും കൂടെ, പിന്നെ നമ്മളൊരു സ്പെഷ്യൽ മസാലയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലിട്ടിട്ടാട്ടോ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അതത് കുക്കറിൽ ഞാൻ ഒരു ഓയിൽ പോലും ഒഴിക്കാതെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതാ നെയ്ച്ചോറിനുള്ള വെള്ളവും ഒക്കെ തിളച്ച് വന്നപ്പോൾ അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ അത് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നോമ്പൊക്കെ ആയിട്ട് എന്നും ചിക്കൻ തന്നെ ആയിരുന്നു. അപ്പോൾ ഒന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറും അതുപോലെ തന്നെ സ്പ്രിങ്ങുമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ എടുത്തുള്ള നെസ്റ്റോയിൽ പോകാനിട്ട് നമ്മളെ അയൽവാസികൾക്കൊക്കെ ഓരോ സ്നാക്ക് കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങി വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ കുക്കറിന് കൊട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ പറ്റുന്നതുകൊണ്ട് വറ്റിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ ഫുഡ് ഓരോന്ന് ടേബിളിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മാങ്ങച്ചാറുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ സ്പ്രിങ്ങും കേട്ടോ. അതൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഉമ്മാനെയും അനിയത്തിനൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിതാ കൂട്ടായി ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. കൂട്ടായി നമുക്ക് അവിടുന്ന് കുറച്ചങ്ങ് ദൂരമുണ്ട്. അപ്പോൾ ഇതാ കൂട്ടായിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ആളുകളുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളായതുകൊണ്ട് നല്ല ആളുകളുണ്ട്, നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് കളിക്കാൻ. അപ്പോൾ അതാ ഞങ്ങൾ ഇപ്രാവശ്യം വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കരക്കൂടെ അങ്ങനെ നടന്നിട്ട് അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണാൻ കേട്ടോ. ഇപ്രാവശ്യം ഇത് അവിടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. നോമ്പുതുറൊക്കെ ആയിട്ടാണ് തോന്നുന്നത്, ആണ് ഒരുപാട് കാണുന്നുണ്ട്. പിന്നെ അത് അവിടെ എക്സ്പോൻ്റെ കുട്ടികളെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ആളുകളും തിരക്കുമാണ്. അപ്പോൾ മക്കൾക്ക് അവിടെ ഒന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഒരുപാട് ആളുകൾ അവിടെ പട്ടം പറപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും.